ഭാര്യയുടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തു തരാം, ഇന്ന് പിന്മാറണമെന്ന് പറയണം, നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉള്ളത് രമേശിന്റെ വീട്ടിലാണ് ഉള്ളത്. ഈ കർണകിയമൻ നഗർ എന്ന 50-ാം വാർഡ്, ഇത് ഈ RSSനും BJPക്കും വലിയ സ്വാധീനമുള്ള വാർഡാണ്. ഈ വാർഡിൽ നേരത്തെ LDFന്റെ നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥിയുടേത് തള്ളിപ്പോയിരുന്നു. പിന്നീട് BJPയും UDFും നേരിട്ടുള്ള മത്സരമാണ്. ഇവിടെയാണ് ഈ UDF സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന രമേശിന്റെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വന്നത്. ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP-യും രമേശും അവരുടെ വീട്ടിലുണ്ട്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഫണ്ട് നടത്തുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കഴിക്കാനും ഒക്കെ മേടിക്കാനായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് മുമ്പേ എത്തുമ്പോഴാണ് ഫസ്റ്റ് ഒരു കോൾ വന്നു. അങ്ങനെ രമേശ് ഇല്ലേ ചോദിച്ചു. അപ്പോൾ അതേ പറഞ്ഞു. അപ്പോൾ നേരിൽ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല, ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി, ഞാൻ DCC ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. നേരിട്ട് കാണാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വിളിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഈ വിളിച്ചത് ആരാണ്? വിളിച്ചത് സുനിൽ പറഞ്ഞിട്ട് ഒരാളാണ് വിളിച്ചത്, BJPയുടെ മുൻ കൗൺസിലർ. ആ. എന്നിട്ട് എന്താണ് അവർ പറഞ്ഞത്? എന്താ അവർ നേരിട്ട് കാണണം എന്നാണ് പറഞ്ഞത്, വേറൊന്നും പറഞ്ഞില്ല. നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഈ 45-ാം വാർഡിൽ, നേരത്തെ 43 ഇപ്പോൾ 45 ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കൗൺസിലർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു. അപ്പോൾ ഫോണ് അവർ കോൺഫറൻസിലിട്ടു. അപ്പോൾ ഞാൻ ഫോൺ വീണ്ടും കണക്ട് ആയപ്പോൾ എന്തിനാണ് നിങ്ങൾ കോൺഫറൻസിലിട്ട് സംസാരിക്കുന്നത് ചോദിച്ച ഉടനെ അവർ ഫോൺ കട്ട് ചെയ്തു, പിന്നെ വിളിച്ചില്ല. ഈ വീട്ടുകാരോടാണോ ഈ ഭാര്യയുടെ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തീർത്തു തരാം, ഇന്ന് പിന്മാറണമെന്ന് പറയണം, നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പണം നൽകാം, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ഭാര്യയുടെ ആവശ്യം. ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്തു തരാം, നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പറയണം ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ പോയിരിക്കണം.